നേഴ്സിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നേഴ്സിംഗ് ചെയ്യാൻ പറ്റത്തില്ല വിദ്യാർത്ഥികളും KCET എന്ന് പറഞ്ഞ കോമൺ എൻട്രൻസ് എക്സാം ടെസ്റ്റാണ്. കേരളത്തിൽ ചെയ്യണമാണോ നല്ലത് പുറത്തു പോകുന്നതാണോ? ഹലോ ഗായ്സ്, ബബിൾവാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അധികം ഫോർമാലിറ്റിക്ക് നിൽക്കുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ നേഴ്സിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ട് ഞാൻ തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഈ നേഴ്സിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏത് സയൻസ് ആയാൽ മതിയൊന്നുണ്ട്. അതായത് ചിലവർക്കുള്ള ഡൗട്ടാണ് കമ്പ്യൂട്ടർ സയൻസിലേക്ക് പറ്റുമെന്നില്ല. കമ്പ്യൂട്ടർ സയൻസിലേക്ക് നേഴ്സിംഗ് ചെയ്യാൻ പറ്റത്തില്ല. BSc നേഴ്സിംഗ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ BSc നഴ്സിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബയോസയൻസ് വേണം. +2 ബയോസയൻസ് പഠിച്ച കുട്ടിയൊക്കെയാണ് ഈ പറഞ്ഞ BSc നഴ്സിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ നഴ്സിംഗ് ഫീൽഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GNM നഴ്സിംഗ് ചൂസ് ചെയ്യാം. GNM നിങ്ങൾക്ക് അത് കമ്പ്യൂട്ടർ സയൻസ് തന്നെ വേണമെന്നില്ല. ഈ +2 ഏതെങ്കിലും പഠിച്ചാൽ മതി. ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഏത് സയൻസ് ആയാലും കുഴപ്പമില്ല. GNM നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ കേരളത്തിൽ ചെയ്യണമാണോ നല്ലത് പുറത്ത് പോകുന്നതാണോ, അതായത് കർണാടക പോലത്തെ സ്റ്റേറ്റിൽ പോയി പഠിക്കുന്നതാണോ നല്ലതെന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മളെ നാട്ടിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് കോളേജുകളുള്ളൂ ഈ പറഞ്ഞ നേഴ്സിംഗ് കോളേജിന്. പക്ഷെ അതിന് സീറ്റാണ്, അതായത് ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ. പക്ഷെ അതിനാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് വെയിറ്റിങ്ങോ, കുറേ സ്റ്റുഡൻസ് വെയിറ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ ഒരു 100 സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 500 ആൾക്കാർ 1000 ആൾക്കാർ അതിന് എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സീറ്റിന് ഭയങ്കര ഡിമാൻഡാണ്. ഈ പറഞ്ഞ നല്ല പൈസയും കൊടുക്കേണ്ടി വരും. നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് നല്ല പൈസയും കൊടുക്കേണ്ടി വരും. ഈ പറഞ്ഞ ഡൊണേഷനും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും ഈ പറഞ്ഞ നാട്ടിൽ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ നേഴ്സിംഗ് കോളേജിൻ അല്ലെങ്കിൽ നേഴ്സിംഗ് കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ നേഴ്സിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിലല്ല, പുറത്ത് രാജ്യങ്ങളിലാണ്. ഈ പറഞ്ഞ എവിടെ ആയിക്കോട്ടെ, ഏത് പുറത്ത് രാജ്യത്താണെന്നുണ്ടെങ്കിലും ഫിലിപ്പീൻസും നമ്മളെ കേരളത്തിലത്തെ നേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്താണ് ഏറ്റവും കൂടുതൽ പാക്കേജും കാര്യങ്ങളും കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കൊണ്ട് മാക്സിമം പോയാൽ 40,000 റുപ്യൊക്കെയാണ് മാസം മന്ത്ലി സാലറി കിട്ടുന്നുള്ളൂ. അതിൻ്റെ അപ്പുറമൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ നേഴ്സിംഗ് പഠിക്കുന്ന അധിക സ്റ്റുഡൻസും പുറത്തു പോകുന്നുള്ള ചിന്ത കൊണ്ടാണ് പഠിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് തന്നെ ഈ പറഞ്ഞ എന്താ പറയുക, നാട്ടിൽ പഠിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് പുറത്ത് പോയി പഠിക്കുന്നത് തന്നെ. കാരണം ഈ ലാംഗ്വേജ് ഫ്ലുവൻസി, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് പോകുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ IELTS പാസ്സാവേണ്ടി വരും. ഇപ്പോൾ ജർമ്മൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജർമ്മനി പോവാം. പിന്നെ ഇവിടേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഇങ്ങനെ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലൊന്നും കിട്ടൂല. അപ്പോൾ ഈ കർണാടക പോലത്തെ സ്റ്റേറ്റിലൊന്നും പഠിക്കുന്നതാണ് നല്ലത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ക്യാഷ് കൊണ്ടും നല്ല ലാഭം ഈ പുറത്ത് പോയി പഠിക്കുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് പോകാനുള്ള ഇപ്പോൾ ഈ പറഞ്ഞ സ്കില്ലും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇവിടെ ഈ പറഞ്ഞ കർണാടക പോലത്തെ സ്റ്റേറ്റിലൊന്ന് പഠിക്കുന്നതാണ്. ഇനി എനിക്ക് അടുത്ത കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നേഴ്സിങ്ങിന് എന്താണ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ കർണാടകയിലെ എല്ലാ നേഴ്സിങ്ങും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഈ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെ ഒരു റൂളാണ് ഇപ്രാവശ്യം മുതൽ 2-3 വർഷം മുമ്പേ ഉണ്ട്, പക്ഷേ ഇപ്രാവശ്യം മുതൽ സ്ട്രിക്റ്റ് ആണ്. എല്ലാ നഴ്സിംഗ് വിദ്യാർത്ഥികളും KCET എന്ന് പറഞ്ഞ കോമൺ എൻട്രൻസ് എക്സാം ടെസ്റ്റാണ്. KCET പറഞ്ഞാൽ കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഇതെല്ലാവരും എഴുതിയിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ജനുവരി 23-ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള റീസൺ. അപ്പോൾ ഈ മാസം, അതായത് ഫെബ്രുവരി 18, 21 ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ എന്തെങ്കിലും വെബ്സൈറ്റ് ഇഷ്യൂ കാര്യങ്ങളൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും മാക്സിമം നേഴ്സിംഗ് എടുക്കണം എന്നുള്ളൊരു ഫെബ്രുവരി 18-ൻ്റെ മുമ്പ് തന്നെ ആയിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാം. മനസ്സിലായി? പിന്നെ ഈ നഴ്സിങ്ങിനെ സംബന്ധിച്ചുള്ള എന്ത് ഡൗട്ടോ കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുക. അതിൽ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക, വിളിക്കുക, എന്താ വെച്ചാൽ ചെയ്യുക. എൻ്റെ നമ്പർ എന്തായാലും കൊടുക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ഇതും കൊടുക്കുക, അതിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടാനായി ഫോളോ ചെയ്യും. എനിക്ക് അറിയുന്ന രീതിയിൽ ഉള്ള എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.